ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാൻ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവീനിന്റെ അമ്മയും നവീന്റെ മുത്തച്ഛനും നിൽക്കുകയാണ്. അപ്പൊ നവീൻ അവിടെ ഇല്ല. ആദ്യം മുത്തശ്ശനും നവീന്റെ അമ്മയും ആട്ടോ നിൽക്കുന്നത്. അങ്ങനെ വിവാഹക്കാരുമാണ് പറയുന്നത്. അമ്മനും വില്ലിനും അടുക്കണില്ല. എന്ത് ചെയ്തിട്ടുണ്ടെ നമ്മുടെ നവീന് വിവാഹം നടത്താനായിട്ട് ഒരു നാടൻ പെൺകുട്ടി ആയിരിക്കണം. വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് വീട്ടിൽ ഭർത്താവിനെയൊക്കെ നോക്കി ഭർത്താവിന്റെ മുത്തശ്ശനെയും അമ്മയൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം തന്റെ മരുമകള് എന്നാണ് നവീന്റെ അമ്മ പറയുന്നത്. ഇതിൽ ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവന് ഏതോ ഒരു പെണ്ണിനെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് രസയാന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഏതായാലും അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കാനോ ഈ പറയുന്ന നമ്മുടെ അമ്മായിയമ്മയ്ക്കും മുത്തച്ഛനൊക്കെ കാപ്പിയും ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഒരുങ്ങി രാവിലെ കുളിച്ച് ഒരുങ്ങി സിന്ദൂരം തൊട്ട് നടക്കാനൊന്നും പറ്റുന്ന ഒരു പെങ്കൊച്ചല്ലത്. അപ്പൊ അതുകൊണ്ട് നീ ഇങ്ങനെ വാശി പിടിക്കരുതേ മോളെ, നീ അവന്റെ ഇതിനങ്ങ് വിട്ടുകൊടുക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനും അത് തന്നെയാ അച്ഛാ തീരുമാനിച്ചിരിക്കുന്നത്. അവനിനി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. അവനൊന്ന് വിവാഹം കഴിച്ച് കണ്ടാൽ മാത്രം മതി. അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വരുന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ വിവാഹം നടത്തണം എന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവീൻ അവിടെ വന്നിട്ട് മുത്തശ്ശി എന്താ ഈ അല്ല മുത്തശ്ശനും മുത്തശ്ശിയല്ല മുത്തശ്ശനും അമ്മ എന്താ ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? നിന്റെ വിവാഹക്കാരിയല്ലേ നിന്റെ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളൂ. അത് തന്നെ നിന്റെ അമ്മ സംസാരിക്കുന്നത്. നീ ഒന്ന് വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഞാൻ വെച്ച ഡിമാൻഡൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഞാനൊരു എസ്ഐനെ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത പക്ഷം ഈ ജന്മത്തിൽ എന്റെ വിവാഹം നടക്കും തോന്നില്ല. കാരണം എനിക്ക് അവളെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് തന്നെ നവീൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, കണ്ടില്ല അവ പറയുന്നത്. അപ്പൊ അവനത് ഇഷ്ടമാണെങ്കിൽ നീ സമ്മതിച്ചു കൊടുക്കണേന്ന് പറഞ്ഞപ്പോ നീ എന്തെങ്കിലും കാണിക്ക്. നീ ഒരു കല്യാണം കഴിച്ച് കണ്ടാൽ മാത്രം മതി എനിക്ക്. ഇനി ഞാൻ ഡിമാൻഡ് അംഗീകരിച്ചിരുന്നു വേണ്ട. നീ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് വന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ നവീൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞല്ല, നീ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, ഒരു ആ പെണ്ണ് എസ് ഐ ആണ് എന്തൊക്കെയല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ, അത് ആരാണെന്ന് നീ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ടൈമായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. ഏതായാലും മുത്തശ്ശനൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ പറഞ്ഞിരിക്കും, ഉറപ്പായിട്ട് ഞാൻ പറയൂന്ന് പറയാണ്. ഏതായാലും ഇത് നമ്മുടെ അനാമികയുടെ അച്ഛൻ വെളിയിൽ വന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തോ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് ഇത് പറയുന്നത്. അപ്പൊ എസ് ഐ ആണ് തന്റെ മനസ്സിലെ പെണ്ണ് എന്ന് നമ്മുടെ വേണു അത് കേട്ടു. വേണു ഇത് കേട്ട ഉടനെ തന്നെ വേണു ഒന്ന് അവിടെ ഒന്ന് കുറച്ചു നേരം ഒരു മിനിറ്റ് അങ്ങ് നിന്നു ബാക്കിയെല്ലാം കൂടെ കേൾക്കാനായിട്ട്. ഏതായാലും ഈ സമയത്ത് വേണു പെട്ടെന്ന് കയറി വന്നതും നമ്മുടെ മുത്തശ്ശൻ കണ്ടു വേണുവിനോട് ചോദിച്ചു, നീ താനെന്താണോ ഈ വീട്ടില്, തനിക്ക് എന്താണോ ഈ വീട്ടില് കാര്യം? ആഹാ, അത് കൊള്ളാലോ. നവീനെ, ഈ വക കേസുകളെ ഇവിടെ പരിഗണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇവനെ വീട്ടിൽ കയറ്റിയത്? ഇവനല്ലേ ആ അനാമികയുടെ അച്ഛൻ. ആ അനാമികയല്ലേ അനന്തമൂർത്തിയും അനന്തമൂർത്തിയുടെ കൊച്ചുമകനായ അനിയുടെ ജീവിതം നശിപ്പിച്ചവള്. അവളെയും അവളുടെ അച്ഛനെയും കുടുംബക്കാരെയും ഒന്നും അടുപ്പിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ശത്രുക്കളാ. അനന്തപുരി തറവാട്ടിലെ ആരൊക്കെ അവരുടെ ശത്രുക്കളാണോ അവരൊക്കെ നമ്മുടെ ശത്രുക്കളാ. ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പൊ എന്റെ പൊന്നു സാറേ, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. മാത്രമല്ല നവീനും പറഞ്ഞു, മുത്തശ്ശൻ ഞാൻ പൊക്കോളാം, ഞാൻ ഇയാളെ വിളിച്ചോണ്ട് പോവുകയാണ്. ഞാൻ അടുത്തൊരു കേസ് ഏറ്റെടുത്തല്ലോ, എനിക്ക് അത് ഏതായാലും മുന്നോട്ടേക്ക് കൊണ്ടുപോയല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ നവീനെ അവിടെ നിന്ന് വേണുവിനെ വിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഭയങ്കര ഡൗട്ട് നവീന്റെ അമ്മ, അല്ല അച്ഛാ, എനിക്കൊരു സംശയം. ഇവനെ നമ്മൾ അറിയുന്നവരാരോ ആണ് ഇവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണെന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മൾ അറിയുന്നവരാകുമ്പം ഈ എസ് ഐ എന്നൊക്കെ പറഞ്ഞ കനകയുടെ മോളും വല്ലോ ആയിരിക്കുമോ? അയ്യോ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല കേട്ടോ അച്ഛാ. കനകയുടെ മോളെ ഒന്നും എന്റെ മരുമകളായിട്ട് അംഗീകരിക്കാനേ എനിക്ക് പറ്റില്ല. എനിക്കത് ഓർക്കുമ്പോ തന്നെ എന്തോ ഒരു അസ്വസ്ഥത തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവന് ഇഷ്ടമുള്ള പെണ്ണിനെയല്ലേ അവൻ വിവാഹം കഴിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ നവീനും അതുപോലെ വേണുവും കൂടെ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പൊ അവരിങ്ങനെ സംഭാഷണം നടത്തുന്ന വേറൊന്നുമല്ല. വേണു ചോദിക്കുവാണ്, ഇതിന് വല്ല തീരുമാനവും നീക്കുവൊക്കെ ഉണ്ടാകുമോ? അതുമല്ല, സാറ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് എസ് ഐ ആണെന്ന് പറഞ്ഞ് കേട്ടല്ലോ. ഇനിയിപ്പം ആ നന്ദു ഇല്ലേ, നയനയുടെ അനിയത്തി, അവള് വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും താൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? താൻ വന്നിരിക്കുന്ന എന്നോട് കേസ് ഏറ്റെടുത്ത് കേസ് നടത്താനല്ലേ? അത് മതി. താൻ കൂടുതൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കാൻ വരണ്ട. ഞാൻ സ്നേഹിക്കുന്ന ആരാണെന്നോ വിവാഹം കഴിക്കാൻ പോകുന്ന ആരാണെന്നോ എന്നൊന്നും അന്വേഷിക്കാൻ വരണ്ട. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഡിവോഴ്സ് കിട്ടണം, അതുപോലെ നഷ്ടപരിഹാരം കിട്ടണം, ഇതൊക്കെയല്ലേ വേണ്ടത്? അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും. ആദ്യം അവരുടെ എൻഗേജ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എൻഗേജ്മെന്റ് കഴിഞ്ഞാലുണ്ടല്ലോ
നമുക്ക് പിന്നെ എൻഗേജ്മെന്റ് നടന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂലോ. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞാലല്ലേ നടന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ സത്യം പറഞ്ഞ അവിടെ സ്വാർത്ഥത കാണിക്കുന്നതാണ്. വേണുവിനോടും നമ്മുടെ അനാമികയോടും ഇങ്ങനെ പറഞ്ഞാൽ ആ ഒരു എൻഗേജ്മെന്റ് മുടക്കില്ലല്ലോ ഇവര് തന്നെ. ആ എൻഗേജ്മെന്റ് നടക്കണം, കല്യാണം നടക്കണമെന്നാണല്ലോ നവീന്റെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് ഏതായാലും ഈ സമയത്ത് ആരാണ് വേണുവും രേവതിയും വേണുവും രേവതിയുടെ മോള് അനാമികയും ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാലോ. എത്രത്തോളം നാള് അവിടെ ആ ഒരു കല്യാണം നടത്താൻ വേണ്ടി എത്ര നുണകളൊക്കെ പറഞ്ഞു പിടിച്ചു തന്നു. അപ്പൊ ഇനി അതുകൊണ്ട് നുണകൾ പറയുന്നവർക്ക് ഒരു പുത്തിരിയല്ല. ഏതായാലും ഈ സമയം വേണു ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനാമികയോടും അതുപോലെ തന്നെ വേണുവിന്റെ ഭാര്യ രേവതിയോടും. അപ്പൊ അച്ഛ, നമുക്ക് വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ മോളെ നീ വെയിറ്റ് ചെയ്യേ, ഞാൻ ഇതിനൊരു പോംവഴി കണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു പോംവഴി വെറും പോംവഴി ഒന്നുമല്ല, ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പോംവഴി ഒന്നാം തരം നല്ല സൂപ്പർ പോംവഴിയാണെന്ന്. ഏതായാലും ആ പോംവഴി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനല്ല, ഒരു ഫസ്റ്റ് വേറൊരു സീനും കൂടി ഉണ്ടായിരുന്നേ, അതെനിക്ക് മിസ്സായി പോയേ. അത് ഞാൻ കയറ്റി ഇവിടെ പറയാൻ കേട്ടോ. നമ്മുടെ നന്ദുവും അനിയും തമ്മിലുള്ള സംസാരമാണ് കേട്ടോ. അപ്പം നന്ദുവിന് പേടിയാണ്, സത്യം പറഞ്ഞ ഈ വിവാഹം നടക്കൂല്ലോ എന്ന് നന്ദുവിന് അറിയില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലല്ലോ അവന്തികയുടെ കാര്യം. അപ്പൊ അവന്തികയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഏത് നേരം അവന്തികയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ അവന്തിക പാവമാണല്ലോ എന്നുള്ള രീതിയിൽ നന്ദു സംസാരിക്കുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, അവന്തിക അത്രയ്ക്ക് പാവമൊന്നുമല്ല, അവൾ ആരാണെന്ന് നന്ദു നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാന്ന് പറയുമ്പോൾ, അല്ല അനാമിക പോലുള്ളൊരു കള്ളത്തരമൊന്നും ഇല്ലല്ലോ. ഈ പറയുന്ന നമ്മുടെ അവന്തികയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവള് പഠിച്ച കള്ളിയാ, അവളുടെ ഏട്ടനും അമ്മയും ആരാന്നറിയാലോ, ആ നാഗേന്ദ്രൻ ആരാന്നറിയാമോ, പിന്നെ ആ ബ്ലഡ് അല്ലേ, അപ്പൊ പിന്നെ പഠിച്ച കള്ളി ആവാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ചോദിച്ചിട്ട് നമ്മുടെ അനി പറയുന്നുണ്ട്, നന്ദു ഒരു വിവാഹം ഞാൻ മുടക്കി, എനിക്കറിയാലോ പോലീസ് ഓഫീസറുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പേരും കള്ളനായിരുന്നല്ലോ, അതുപോലെ തന്നെ ഈ കല്യാണത്തിനും എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞാൻ മുടക്കും, അത് ഉറപ്പായിട്ട് ഞാൻ മുടക്കിയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും, അങ്ങനെ ഈ വിവാഹം മുടങ്ങിയ മുത്തച്ഛനൊക്കെ ഭയങ്കര സങ്കടം ആവില്ലേ എന്ന് പറയുമ്പോൾ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും, ഞാൻ വേറെ ഒരാളെ വിവാഹം കഴിക്കില്ല എന്ന് പറയുമ്പോൾ നന്ദുവും പറയുന്നുണ്ട്, ഞാനും ഒരിക്കലും വിവാഹം കഴിക്കേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എന്റെ ലൈഫിലേക്ക് നീ കയറി വന്നതിൽ പിന്നെയാണ് വിവാഹത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിച്ചത്, അപ്പം നീ വേറെ വിവാഹം കഴിച്ച ഞാനും ഒരിക്കലും വേറെ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറയാം. ഏതായാലും ഇങ്ങനെ രണ്ടുപേരും വിവാഹം കഴിക്കാതെ നിന്നാ പറ്റില്ലല്ലോ, ഒരുമിക്കണമല്ലോ. അപ്പൊ നമുക്ക് അതും കാത്തിരുന്ന് തന്നെ കാണാം ഒരുമിക്കോ ഇല്ലോ എന്നൊക്കെ. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നതേ ഇപ്പം വേൾഡ് കപ്പിന്റെ കാര്യമാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് കളി കാണുകയാണ്. നമ്മുടെ മെസ്സി ഫാൻ ആണ് മുത്തശ്ശൻ മെസ്സിയുടെ ഓരോ ഗോളൊക്കെ അടിക്കുമ്പോഴത്തേക്കും അവരുടെ ടീം ഓരോ ഗോൾ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ കിടന്ന് കാറുകയും കൂവുകയൊക്കെ ചെയ്യുന്നു. മെസ്സി ഫാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, നമ്മുടെ ബ്രസീൽ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. അനിയാണല്ലോ ബ്രസീലിന്റെ ടീമാണെന്ന് തോന്നുന്നു, അനിയ. അപ്പൊ അങ്ങനെ രണ്ട് ഫാൻസ് ആയിട്ട് തിരിഞ്ഞിട്ടാണ് ഇവിടെ മത്സരം കാണുകയും അതുപോലെ അവിടെ കിടന്ന് കൂവിച്ച് കാർച്ചയൊക്കെ. അപ്പൊ മുത്തശ്ശി ഓടി വന്നിട്ട്, ഇതെന്താ പിള്ളേരെ നിങ്ങൾ ഈ കാണിക്കുന്നത്? അല്ല ഇദ്ദേഹത്തിന് ഒരു നാണോ ഇല്ലേ? ഇദ്ദേഹം ഈ പിള്ളേരുടെ കൂടെ കൂടേണ്ട കാര്യം എന്താന്ന് ചോദിക്കുമ്പോ, ദേ കാണടി, ദേ ഇപ്പം മെസ്സി ഫാനാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും, ഇപ്പം മെസ്സി ഫാൻസ് ജയിച്ചാലും അതുപോലെ തന്നെ ബ്രസീലൊക്കെ ജയിച്ചാലും ഇവിടെ നമുക്ക് എന്താ കാര്യം, നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, നിന്നെ പോലെയുള്ള വിവരമില്ലായവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊന്നും പറഞ്ഞപ്പോ, അല്ല എന്നാ പിന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ കാണാമല്ലോ, ഫോണിലുണ്ടല്ലോ എന്ന് പറയാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു പരസ്യമായിരിക്കും, നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ ഒക്കെ പരസ്യമായിരിക്കാം കൊടുക്കുന്നത് ഈ ഒരു ബ്രസീലിന്റെ കഥയൊക്കെ നമ്മുടെ കഥയിലേക്ക് എടുത്തിട്ടത്. ഏതായാലും കുറച്ച് ചളിയാകുന്നുണ്ട് അറിയാം. കഥയൊരു ഒരു രസവും ഭംഗിയൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്, എന്തോ കഥയിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ, എന്തോ ഒരു നമുക്കൊരു വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ വെടുപ്പില്ലായ്മ തോന്നുന്നുണ്ട് കഥയ്ക്ക്. അത് ചിലപ്പോൾ ഇവരുടെ പരസ്യമായിരിക്കാം കേട്ടോ. പരസ്യക്കാരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പരസ്യം കൊടുക്കുന്നതായിരിക്കാം ഈ ഫോണിന്റെ കാര്യമൊക്കെ, ഫോണിൽ കളി കാണാം എന്നുള്ള രീതിയിലൊക്കെ പരസ്യം കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെ കുറച്ചു നേരം അവർ കളിച്ചു, കുറച്ചു നേരം കളി ഇങ്ങനെ കണ്ടിട്ട് ഇവര് നേരെ പോവുകയാണ്. അവരവന്റെ റൂമിലേക്ക് പോയി. ഫോണിൽ ഇനി ഇരുന്ന് കാണാലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും പറഞ്ഞു വിട്ടു, എല്ലാവരും റൂമിലേക്ക് പോയി. അങ്ങനെ നയനയും ആദർശം ഇരുന്ന് കളി കാണുന്നുണ്ട്. അപ്പൊ നയന ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഇപ്പം മെസ്സി ഫാൻസിനെ കുറിച്ച് അങ്ങനെ ഓരോ നെയ്മർ അങ്ങനെയൊക്കെ ഓരോ ഫാൻസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദർശം പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഏതായാലും എനിക്കൊരു വലിയൊരു അതിശയം തന്നെയാണ്, മുത്തശ്ശനും ഇത്രയ്ക്ക് വലിയ ഫാൻസ് ആണെന്ന് ഞാൻ ഇങ്ങനെ ഈ ഒരു ഫുട്ബോളിനോട് ഇത്രയ്ക്ക് ഒരു ഭ്രമം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. വലിയ രസമുണ്ട് കേട്ടോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ എന്ന് ഇങ്ങനെ നമ്മുടെ ആദർശം പറയുന്നുണ്ട്. സോറി, ആദർശല്ല, നയനയും പറയുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശം കൂടെ ആ റൂമിലിരുന്ന്
ഫോണിൽ നോക്കി ഇങ്ങനെ കളി കണ്ടോണ്ടിരിക്കുന്ന ഒരു സീനാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അഭി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോണിൽ സംസാരിക്കുന്നത് നാഗേന്ദ്രനോടാണ്. നാഗേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഫോൺ വെച്ച ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ജലജ വന്നു. ജലജ വന്നിട്ട് നീ ആരോടാണോ സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോ ഞാൻ ആരോട് സംസാരിക്കാനാ, എന്റെ ഫ്രണ്ടിനോട്. എനിക്കിപ്പോ ഫ്രണ്ടിനോട് സംസാരിക്കാനും പറ്റത്തില്ല. അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതേടാ എനിക്ക് മുഴു ഭ്രാന്തുണ്ട്. നിന്റെ അച്ഛൻ ഇവിടെ കാല് കുത്തിയിട്ട് അറിഞ്ഞതോടെ എനിക്ക് ഭ്രാന്താ. അല്ല അമ്മ എന്തിനാ അച്ഛൻ ഇങ്ങനെ പേടിക്കുന്നതാ? അയാളെയോ എനിക്കോ പേടിയോ? എനിക്ക് അയാളെ പേടിയില്ല, നിന്നെയാടാ പേടി. നീ അയാളുടെ പുറകെ പണം കണ്ടു മണത്ത് മണത്ത് പോകും. എനിക്ക് അവന്തികേനെയും പേടിയില്ല, അവളും നുണ പറയത്തില്ല. പക്ഷെ നീ അതുപോലെ കല്ല് വെച്ച് നുണ പറയുന്നവനാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. നീ ഇപ്പൊ ഫോണിൽ ആരെയാ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചു തരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് ഇത് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. നമ്മുടെ നാഗേന്ദ്രൻ ഫോൺ എടുത്ത് ഹലോ എന്ന് വെച്ചു. ഹലോ എന്ന് വെച്ച് ഇവിടെ നിന്ന് ഹലോ എന്ന് വെച്ചത് നമ്മുടെ ജലജയാണ്. ഇത് കേട്ടത് നാഗേന്ദ്രൻ പെട്ടെന്ന് കണ്ണ് തള്ളി കട്ട് ചെയ്തു ഫോണ്. അപ്പോഴത്തേക്കും തന്നെ ജലജയ്ക്ക് കാര്യം പിടികിട്ടി, എന്തോ ഏകദേശം ക്ലൂ ഒക്കെ മനസ്സിലായി. അപ്പൊ അങ്ങനെ ജലജ പറഞ്ഞു, ഓഹോ ഇത് അവൻ തന്നെയാ, എനിക്കറിയാം നാഗേന്ദ്രൻ. നിനക്കപ്പൊ നാഗേന്ദ്രനുമായിട്ട് ബന്ധമുണ്ടല്ലേടാ. നിന്നെ അവിടെ അവൻ മാനേജരാക്കിയത് ഇത് ഉദ്ദേശം കൊണ്ട് തന്നെയാന്ന് പറയുമ്പോ എന്റെ അമ്മയെ ഞാൻ എന്റെ അച്ഛനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇതേ പുറകിൽ നിന്ന് അവരാണ് എം ജ്വല്ലറിക്ക് പ്രവർത്തിച്ചതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ഫ്രണ്ടിൽ ചെന്നിട്ടില്ല. അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോ ഓ താല്പര്യം ഇല്ല പോലും, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ടടാ എന്റെ മുമ്പിൽ, നിനക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാന്ന് പറയുമ്പോ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിലേ അമ്മേ കണക്കായിപ്പോയി. അതിനിപ്പോ അമ്മയ്ക്ക് എന്താ എന്നുള്ള രീതി ചോദിച്ചതും കനക ഇത് കേട്ട് കണ്ണു തള്ളി നിൽക്കും. ഓഹോ അപ്പം ഇവന് താല്പര്യമുണ്ട് കാണാനും സംസാരിക്കാനും. അപ്പൊ ഇവന് അച്ഛനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുന്ന ഒരു സീനാട്ടോ ഇന്നത്തെ അവസാന സീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. രേവതിയുടെയും സച്ചിന്റെയും വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട്. നയനിയുടെയും ആദർശിന്റെയും വിശേഷം ഇപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ അലീനയുടെ വിശേഷം റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അലീനയുടെ അപ്കമിങ് വിശേഷം നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അത് മിസ് ചെയ്ത് കളയാതെ കാണേ. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആ ചാനൽ കയറി കാണാനും അപ്കമിങ് വിശേഷങ്ങളൊക്കെ അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹൈപ്പും ലൈക്ക് ഒക്കെ ചെയ്യുക. ടാറ്റാ ബൈ ബൈ.